ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വ്യവസായി ഡി മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് ദിണ്ടിഗലിലെത്തിയാണ് ചോദ്യം ചെയ്തത്. താൻ ഡി മണിയല്ലെന്നും തന്റെ പേര് സുബ്രമണി എന്നാണെന്നും വ്യവസായി അവകാശപ്പെട്ടു. എന്നാൽ SIT സംഘം ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ദിണ്ടിഗലിലെ റൗണ്ട് റോഡിലുള്ള ഡി മണിയുടെ സ്ഥാപനമായ MSRD കെട്ടിടത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചവരെ നീണ്ടു. താൻ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണെന്നും അതിനെക്കുറിച്ചാണ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചതെന്നും ഡി മണി 24-നോട് പറഞ്ഞു. என்னோட நம்பர் யாரும் மிஸ்யூஸ் பண்ணிருக்காங்க, அவ்வளவுதான். அதை வச்சு என்ன என்கொயரி பண்ணாங்க. வேற எந்த தொந்தரவும் அவங்க யாரும் பண்ணல. சரி, என்னோட நம்பர் வந்து இன்னொருத்தர் பேர்ல இருக்கு. அவரு யார்கிட்ட பேசியிருக்காரு. அந்த நம்பர் வேறு வந்துட்டு பண்றாங்க. மற்றபடி அவங்க எந்த டிஸ்டர்பன்ஸும் என்ன பண்ணல. அவங்க ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഡി മണി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. SIT അന്വേഷിച്ചത് തന്നെയല്ലെന്നും തന്റെ പേര് സുബ്രമണി എന്നാണെന്നും ഡി മണി പറഞ്ഞു. തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, സ്വർണ്ണ വജ്ര വ്യാപാരങ്ങളില്ല. IT റിട്ടേൺസ് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഡി മണി. உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு, அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க, IT கேட்டாங்க, ஒன்றுனா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS பண்ணி ஃபுல் நேம் சுப்ரமணி. உங்கள் பேர், அதாவது உங்கள் பேர், உங்கள் சிம் வந்து, அதாவது உங்கள் என்னோட நம்பர் எனக்கு தெரியும், யாரோ சொல்லிப்பாங்க தெரியுது. അതേസമയം SIT ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് മൊഴി നൽകിയ പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ചിത്രം കണ്ടതിന് ശേഷമാണ് സ്ഥിരീകരണം. ഡി മണിയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ ഇന്നലെയും ഇന്നും SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.